കനത്ത തണുപ്പിനെയും കോടമഞ്ഞിനെയും അവഗണിച്ച ഇടുക്കിയുടെ മൈതാനങ്ങൾ വീണ്ടും വോളിബോൾ ആരവം ഉയരുകയാണ്. കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചിന്റെ ആവേശമായ വോളിബോൾ മത്സരങ്ങൾ വീണ്ടും മൈതാനങ്ങൾ അടക്കി വാഴുകയാണ്. തീപാറുന്ന മത്സരങ്ങളുടെ ആവേശത്തിലാണ് മലയോര ജനത. മലപ്പുറത്ത് കാൽപന്ത് കളി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇടുക്കിക്കാർക്ക് വോളിബോളും. കുടിയേറ്റ കാലത്ത് മലയോര ജനതയെ ഒരുമിച്ച് നിർത്തുന്നതിൽ വോളിബോൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദൂര മേഖലകളിൽ നിന്നെത്തിയ പഴയ പന്തുകൾ തട്ടിയാണ് ഹൈറേഞ്ചുകാർ വോളിബോളിന്റെ ബാലപാഠങ്ങൾ ഹൃദയസ്ഥമാക്കിയത്. പന്ത് പൊട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പിന്നെ ആ ഗ്രാമം മുഴുവൻ അക്ഷമരായി കാത്തിരിക്കും. തൊടുപുഴയിൽ നിന്നോ കോതമംഗലത്ത് നിന്നോ ആരെങ്കിലും പുതിയ പന്തുമായി മല കയറുന്നതുവരെ ആ കാത്തിരിപ്പ് തുടരും. വാഹനമില്ലാതിരുന്ന കാലത്തും കാൽനടയായി 30-40 കിലോമീറ്റർ വരെ സഞ്ചരിച്ച ടീം അംഗങ്ങൾ പന്ത് കളിക്കാൻ പോയിരുന്നു. വിജയവും തോൽവിയുമൊക്കെയായി ജില്ലയിൽ കളി തുടർന്നു. കാലാന്തര ഗ്രാമഫോണും റേഡിയോയുമെല്ലാം അപ്രതീക്ഷിതമായതുപോലെ തന്നെ വോളിബോൾ കളിയും നിലച്ചു. കുടിയേറ്റ കാലം മുതൽ ഇവിടുത്തെ ഹൈറേഞ്ചിലെ കർഷകർക്ക് ഏറ്റവും അവരുടെ വിനോദത്തിനും കായിക വിനോദത്തിനും എല്ലാമായി നടത്തിപ്പോകുന്ന വോളിബോൾ ടൂർണമെന്റ്. ആ ടൂർണമെന്റ് ഈ തോണപ്പാറയിൽ നടക്കുമ്പോൾ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നിവിടെ ഏറ്റുമുട്ടുന്ന ഒന്ന് തമിഴ്നാടിന്റെ ടീമും ഒന്ന് ഹൊസൂർ ടീം, അതായത് കർണാടക ടീം കൂടിയാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. അതിശക്തമായ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആയിരക്കണക്കിന് കാണികൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് വോളിബോളിനോടുള്ള അവരുടെ മാനസികമോ ശാരീരികമായി അവർക്ക് അത്രമാത്രം താല്പര്യമുള്ളതുകൊണ്ടാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് സ്ത്രീകളടക്കമുള്ളവർ ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മലയോര മേഖലകളിലെ മൈതാനങ്ങൾ ക്രിക്കറ്റിനും ഫുട്ബോളിനും വഴിമാറുകയും ചെയ്തു. ഇപ്പോൾ ഹൈറേഞ്ചിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളാണ് 2 പതിറ്റാണ്ട് കാലത്തിന് ശേഷം വോളിബോളിനെ തട്ടിയുരുട്ടി വീണ്ടും കളിക്കളത്തിലെത്തിച്ചത്. പുതുതലമുറ വോളിബോളിനെ നെഞ്ചിലേറ്റിയപ്പോൾ പഴയ കളിക്കാർ പലരും ഗാലറിയിൽ ഇരുന്ന മത്സരങ്ങൾക്ക് ആവേശം പകർന്നു. ആദ്യകാല കളിക്കാർ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും പഴയ തലമുറയോടുള്ള ആദരസൂചകമായാണ് വോളിബോൾ ഹൈറേഞ്ചിന്റെ മൈതാനങ്ങളിൽ സജീവമാക്കുന്നത്. പഴയ നാട്ടുകാരായ കളിക്കാരല്ല കാണികൾക്ക് ഇന്ന് ആവേശം. കേരളത്തിനകത്തും പുറത്തും നിന്നുമായി ക്ലബ്ബുകൾ വില കൊടുത്തു കൊണ്ടുവരുന്ന പുതിയ താരങ്ങളെയാണ്. കനത്ത സമ്മാനത്തുകയേക്കാൾ ഗ്രാമങ്ങളുടെ ആഹ്ലാദവും ആവേശവുമാണ് ഇവരെ വീണ്ടും വീണ്ടും മലകയറി വോളിബോൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.